ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വൈറലായ ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉഴുന്ന് പരിപ്പില്ലേ, ഉഴുന്ന് പരിപ്പാണ്. അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരിതരിപ്പില്ലാണ്ട് വളരെ സോഫ്റ്റ് പൗഡറായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കണം. നല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഭയങ്കര ഫൈനായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് തൈര് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തത്. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിക്കുള്ള പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാലിന് ഇത്ര എന്നുള്ളൊരു കണക്കൊന്നുമില്ല. പാൽ ഒഴിച്ചിട്ട് നമ്മളെ കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഉഴുന്ന് പൊടിച്ചെടുത്താലും ഇനിയിപ്പോൾ അരി നിങ്ങൾ പൊടിച്ചെടുക്കുന്നതാണെങ്കിലും നല്ല ഫൈനായിട്ട് കിട്ടണം. സ്ക്രബിങ് എഫക്റ്റ് അതിനുണ്ടാവരുത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. കഴുകി വൃത്തിയാക്കിയ മുഖത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. കഴുത്തിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാൻ, കക്ഷത്തിലുള്ള കറുപ്പ് മാറാൻ എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. സ്കിന്ന് സോഫ്റ്റ് ആവാനും, അതായത് ഒരു ബേബി സോഫ്റ്റ് സ്കിൻ എന്നെല്ലാം പറയില്ലേ, അതുപോലെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാനല്ല ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 മിനിറ്റ് ഉറപ്പായിട്ടും സർക്കുലർ മോഷനിൽ നമ്മൾ മുഖത്തേക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈൻ പൗഡർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കഴുകിക്കളയാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഞാൻ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുന്നുണ്ട്. ഇളം ചൂട് വെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലയെന്നാണെങ്കിൽ സാധാരണ ടാപ്പ് വാട്ടറിൽ നിങ്ങൾക്കിത് കഴുകിക്കളയാം. അപ്പോൾ സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകരുത് കേട്ടോ. മെല്ലെ മെല്ലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ കഴുകുക. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു ഗ്ലോ വരുന്നതായിരിക്കും. നിറം വർദ്ധിക്കാനും നമ്മളെ കരിവാളിപ്പ് മാറാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് നല്ലോണം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ആ കഴുകുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് മുഖത്തേക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, കൈമേലിട്ട് കാണിക്കുന്നു മുഖത്തിട്ട് കാണിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഇതൊന്നും ആസിഡൊന്നും അല്ല പൊള്ളിപ്പോവാനൊന്നും. അപ്പോൾ ഞാൻ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് കയ്യിലിട്ട് കാണിക്കുന്നത്. പോരായിട്ട് റിസൾട്ടും ഏറ്റവും വിസിബിൾ കയ്യിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് നന്നായിട്ട് തുടച്ചെടുത്താൽ ഇപ്പം കണ്ടോ, എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ളതും ശേഷമുള്ളതും കൈ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ദയവ് ചെയ്ത് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.